എല്ലാവർക്കും മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിപ്പോൾ ലിക്വിമോളിയുടെ ഒരു ചെറിയ പെർഫോമൻസ് കിറ്റ് നമ്മുടെ RTRൽ 164 വീല് അപ്ഗ്രേഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു എക്സ്പീരിയൻസ് റിവ്യൂ ആണ് ഇന്നത്തെ ഒരു വീഡിയോയിൽ ഉണ്ടാവുക. സോ വിത്തൗട്ട് എനി ഫർദർ ഡു ലെറ്റ്സ് ഗെറ്റ് ഇൻടു ദ വീഡിയോ. അപ്പോൾ നമ്മൾ ഒരുപാട് പേര് ഈ യൂട്യൂബിനകത്ത് ഈ ലിക്വിമോളിൻ്റെ ഒരു പെർഫോമൻസ് കിറ്റ് അപ്ഗ്രേഡ് ചെയ്തിട്ട് വളരെ നല്ല മികച്ച അഭിപ്രായങ്ങൾ പറഞ്ഞ് കേട്ടിട്ടാണ് ഞാനും നമ്മുടെ വണ്ടിയിൽ ഈ ഒരു പെർഫോമൻസ് പാക്ക് അപ്ഗ്രേഡ് ചെയ്യാൻ ഓർത്തത്. നമുക്കിതിൻ്റെ ഡീറ്റെയിൽ ആയിട്ട് റിവ്യൂവിന് കിടക്കുന്നതിന് മുമ്പ് തന്നെ ഞാനിത് ചേഞ്ച് ചെയ്യുന്ന പ്രോസസ്സ് ഉണ്ടല്ലോ, ഞാൻ വീട്ടിൽ വെച്ചിട്ട് തന്നെ സ്വന്തമായിട്ട് തന്നെ ചെയ്തതാണത്. അപ്പോൾ ആ ഒരു പ്രോസസ്സ് എങ്ങനെയൊക്കെ ആയിരുന്നു എന്നുള്ള കാര്യങ്ങൾ ആദ്യം കണ്ടിട്ട് പോവാം. അപ്പോൾ നിങ്ങൾ വീഡിയോയിൽ കണ്ട പോലെ തന്നെ ഇത് ഒരുപാട് വലിയ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള കാര്യമൊന്നുമല്ല ഈ ഒരു പെർഫോമൻസ് കിറ്റ് ആഡ് ചെയ്യാനുള്ള കാര്യങ്ങളൊന്നും. പിന്നെ നമ്മൾ RTR സീരീസ് യൂസ് ചെയ്യുന്ന ആളുകൾക്ക് ഫേസ് ചെയ്യാൻ പോകുന്ന ഒരു മെയിൻ ഇഷ്യൂ എന്ന് പറയുന്നത് നമ്മുടെ ഈ വണ്ടി 1200 ലിറ്ററാണ് ഇതിൻ്റെ ഓയിൽ കപ്പാസിറ്റി. അപ്പോൾ ഈ ലിക്വിമോളിൻ്റെ ഈ ഒരു എഞ്ചിൻ ഓയിൽ എടുക്കാൻ ഉദ്ദേശിക്കുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ 1.5 ലിറ്ററിൻ്റെ എഞ്ചിൻ ഓയിൽ കിട്ടാനില്ല നിലവിൽ. അപ്പോൾ ഞാനിപ്പോൾ നമുക്ക് ഈ യൂണിറ്റ് കിട്ടിയത് LRL മോട്ടോഴ്സിൽ നിന്ന് അവർ അയച്ചു തരിക ചെയ്തത്. അപ്പോൾ അവിടെ ആണെങ്കിലും ഈ ഒരു
1.5 ലിറ്ററിൻ്റെ ആയിട്ട് ഓയിൽ കിട്ടാനില്ല. അവരവിടെ ചെല്ലുകയാണെന്നുണ്ടെങ്കിൽ നമുക്കിതിപ്പോൾ 1.5 ലിറ്ററായിട്ട് അവർ ഒഴിച്ചു തരും. അതെല്ലാം തന്നെ നമുക്ക് 2 ലിറ്റർ ബോട്ടിൽ തന്നെ മേടിക്കേണ്ടി വരും. അപ്പോൾ അത് കുറച്ച് എക്സ്പെൻസീവ് ആണ്. ഓയിലിന് തന്നെ ആയിട്ട് ഒരു 2000 റുപ്പീസ് നമ്മുടെ എന്തായാലും പോകും. പിന്നെ ഈ പറഞ്ഞ MOS2 40 അഡിറ്റീവ് എഞ്ചിൻ ഫ്ലഷ് ഇതെല്ലാം 250 രൂപ വെച്ചിട്ടാട്ടോ റേറ്റ് വരിക. അൾട്ടിമേറ്റ്ലി ഒരു 3000 റുപ്പീസ് അടുത്ത് നമുക്ക് എന്തായാലും ചിലവുണ്ട് ഈ ഒരു കാര്യം ചെയ്യുന്നതിനായിട്ട്. അപ്പോൾ നമ്മുടെ മെയിൻ കാര്യത്തിലേക്ക് വരാം. ഇതിൻ്റെ ഒരു എക്സ്പീരിയൻസ് എന്ന് പറയാനായിട്ട് ഞാൻ പറഞ്ഞില്ല, ഇതിന് മുമ്പ് ഞാൻ യൂസ് ചെയ്തിരുന്ന ഓയിൽ മോട്ടീവുളിൻ്റെ ഫുൾ സിന്തി 10W40 ഒരു ഓയിലാണ് യൂസ് ചെയ്തിരുന്നത്. അപ്പോൾ എനിക്കത് വെച്ച് നോക്കിയപ്പോൾ ഒരു എഞ്ചിൻ ഓയിലിൻ്റെ ഭാഗത്ത് എനിക്ക് അങ്ങോട്ട് വലിയൊരു വ്യത്യാസം തോന്നിയില്ല. എനിക്ക് പേഴ്സണലി, ഇത് എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയനാണ്, ലിക്വിമോളിയേക്കാൾ കൂടുതൽ എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു ഓയിൽ മോട്ടോൾ തന്നെയാണെന്ന് തോന്നുന്നു. എന്താണെന്ന് എനിക്കറിയില്ല, എനിക്ക് അതിനോടാണ് കുറച്ചുകൂടി ഒരു താല്പര്യം. പിന്നെ അതൊക്കെ ഓരോരുത്തരുടെ പേഴ്സണൽ പ്രിഫറൻസ് ആണ് കേട്ടോ. നിങ്ങൾക്ക് ഏത് ഓയിലാണോ യൂസ് ചെയ്തിട്ട് നല്ലതായിട്ട് തോന്നിയത് ആ ഓയിൽ തന്നെ സ്റ്റിക്ക് ഓൺ ചെയ്യാം. നല്ലൊരു ഫ്യൂവലിങ്ങും നല്ലൊരു എന്താ പറയുക എഞ്ചിൻ പെർഫോമൻസും ഈ 40 അഡിറ്റീവ് യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് മസ്റ്റായിട്ട് കിട്ടും. പിന്നെ അതുപോലെ തന്നെ MOS2 യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ മുമ്പ് പറഞ്ഞ പോലെ തന്നെ നമ്മുടെ എഞ്ചിൻ്റെ ഫ്രിക്ഷൻ നല്ല രീതിയിൽ കുറയ്ക്കും. അതുപോലെ തന്നെ നമ്മുടെ ഇപ്പം ഗിയർ ഷിഫ്റ്റിംഗ് ഒക്കെ അത്യാവശ്യം പാടുള്ള വണ്ടികളാണ്, പിന്നെ എഞ്ചിൻ നോയ്സ് ഒക്കെ അത്യാവശ്യം ഉണ്ടെന്നുണ്ടെങ്കിൽ അതിലേക്ക് ഇത് യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നല്ല രീതിയിൽ ആ എഞ്ചിൻ നോയ്സും കുറയ്ക്കും, ഗിയർ ഷിഫ്റ്റിംഗ് കുറച്ചുകൂടെ ഒന്ന് പ്രിസൈസ്ഡ് ആവും. പിന്നെ നിങ്ങൾ ഒരു കാര്യം ശ്രദ്ധിക്കണം, ഇത് ഒരുപാട് വണ്ടി ഓടി പഴയ വണ്ടികളാണെങ്കിൽ ഈ ഒരു പെർഫോമൻസ് കിറ്റ് യൂസ് ചെയ്യരുത്. നമ്മൾ നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്ത് നല്ല രീതിയിൽ കെയർ ചെയ്ത് കൊണ്ടു നടക്കുന്ന ഒരു എഞ്ചിനാണെങ്കിൽ മാത്രമേ ഈ ഒരു പെർഫോമൻസ് കിറ്റ് യൂസ് ചെയ്യാവൂ എന്ന് കമ്പനി തന്നെ എന്താ പറയുക സജസ്റ്റ് ചെയ്യുന്നുണ്ട്. ഇനിയിപ്പോൾ ഞാൻ ഈ ഓയിൽ യൂസ് ചെയ്തതിന് ശേഷം ഉണ്ടായ ഒരു എക്സ്പീരിയൻസ് എന്താണെന്നുള്ള കാര്യം പറയാം. ടു ബി ഫ്രാങ്ക്, എനിക്ക് ഭയങ്കരമായിട്ടുള്ളൊരു ചേഞ്ചൊന്നും അങ്ങോട്ട് ഫീൽ ചെയ്യുന്നില്ല. കാരണം ഇപ്പം അറിയാലോ, നമ്മുടെ RTR വണ്ടികളെല്ലാം തന്നെ അത്യാവശ്യം നല്ല സ്മൂത്തായിട്ടുള്ള എഞ്ചിനാണ്. പിന്നെ അതുപോലെ തന്നെ ഗിയർ ഷിഫ്റ്റിങ്ങും എനിക്ക് പ്രിസൈസ്ഡ് ആയിട്ടാണ് തോന്നുന്നത്. എനിക്ക് അങ്ങനെ ഒരു ഇഷ്യൂസ് തോന്നിയിട്ടില്ല. അതുകൊണ്ട് തന്നെ എനിക്ക് ഈ എഞ്ചിൻ ഓയിൽ യൂസ് ചെയ്യുമ്പം അങ്ങോട്ട് വലിയൊരു എന്താ പറയുക മാറ്റമൊന്നും അങ്ങോട്ട് ഫീൽ ചെയ്യുന്നില്ല. പക്ഷേ എനിക്ക് ഫീൽ ചെയ്തൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ എഞ്ചിൻ നോയ്സ് ഭയങ്കരമായിട്ട് കുറഞ്ഞിട്ടുണ്ട്. ആക്ച്വലി ഈ വണ്ടിക്ക് നോയ്സ് ഉണ്ടെന്നല്ല, നോയ്സ് കുറവാണ്. പക്ഷേ ആ ഉണ്ടായിരുന്നൊരു ഇപ്പോൾ നമ്മൾ ലോങ് ഡ്രൈവ് പോവുകയാണെങ്കിൽ ഒരു കുറച്ചൊന്ന് ടോപ്പൻ്റൊക്കെ എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ കുറച്ച് നേരം ചെറിയൊരു എഞ്ചിൻ നോയ്സ് ഉണ്ടാവും. അപ്പോൾ ആ എഞ്ചിൻ നോയ്സ് എനിക്ക് നിലവിൽ തോന്നിയിട്ടില്ല. അത് ഞാൻ ലോങ് പോയിട്ടുണ്ടായിരുന്നു യൂസ് ചെയ്തതിന് ശേഷം, അങ്ങനെ എഞ്ചിൻ നോയ്സ് തോന്നിയിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ഗിയർ ഷിഫ്റ്റിംഗ് ആണെങ്കിലും ഗിയർ ഷിഫ്റ്റിംഗ് എനിക്ക് അത്രയാണ് വലിയൊരു ചേഞ്ച് തോന്നുന്നില്ല. അത് നോർമലി നേരത്തെ എങ്ങനെയാണ് ഉണ്ടായിരുന്നത് അതുപോലെ തന്നെ നടക്കുന്നുള്ളൂ. അപ്പോൾ എനിക്ക് ഓവറോൾ ഞാൻ സാറ്റിസ്ഫൈഡ് ആണ്. പക്ഷേ ഇപ്പോൾ RTR വണ്ടിക്ക് ഉള്ളവരാണെന്നുണ്ടെങ്കിൽ ഈ വണ്ടി ഒരു 20-25 കിലോമീറ്റർ ഓടിയതിന് ശേഷം മാത്രം നിങ്ങൾ ഈ അപ്ഗ്രേഡ് ചെയ്യേണ്ട ആവശ്യമുള്ളൂ. അതല്ലെങ്കിൽ നിങ്ങൾ ഫുള്ളി സിന്തറ്റിക് ഓയിലിൽ തന്നെ സ്റ്റിക്ക് ഓൺ ചെയ്തിട്ടുണ്ടെങ്കിൽ വണ്ടി നല്ലൊരു പെർഫോമൻസ് എപ്പോഴും കാഴ്ച തരും എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. അപ്പോൾ ഇൻ മൈ കേസ് എനിക്ക് ഈ ഒരു ലിക്വിമോളിൻ്റെ പെർഫോമൻസ് കിറ്റ് ആഡ് ചെയ്യപ്പം തോന്നിയ കുറച്ച് ഗുണങ്ങളെന്ന് പറയുന്നത്, ഒന്ന് എൻജിൻ ഫ്രിക്ഷൻ നല്ല രീതിയിൽ കുറഞ്ഞിട്ടുണ്ട്. പിന്നെ എന്താ പറയുക എൻജിൻ ഹീറ്റും നോയ്സും നമുക്ക് നേരത്തെക്കാളും കുറച്ചുകൂടെ ഒന്ന് കമ്പാരിറ്റീവ്ലി ബെറ്റർ ആയിട്ട് ഇപ്പോൾ തോന്നുന്നുണ്ട്. ഈ ഒരു 3 കാര്യങ്ങളാണ് എനിക്ക് മെയിനായിട്ട് ഇതിൽ എനിക്ക് ഫീൽ ചെയ്ത കുറച്ച് കാര്യങ്ങൾ. പിന്നെ ഈ പറഞ്ഞ നിങ്ങളുടെ വണ്ടി ഇപ്പോൾ 25 കിലോമീറ്റർ ഓടിയ വണ്ടിയാണ്, നിങ്ങൾ ഫുള്ളി സിന്തറ്റിക് ഓയിൽ തന്നെ യൂസ് ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ ഇടയ്ക്കൊന്ന് ഫ്ലഷ് ചെയ്തിട്ട് ഈ ഒരു പെർഫോമൻസ് കിറ്റ് ഒന്ന് ആഡ് ചെയ്ത് നോക്കി സ്വന്തമായിട്ട് ഇന്ന് എക്സ്പീരിയൻസ് ചെയ്യാം. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് നമ്മുടെ ഈ ഒരു ചാനൽ കാണുന്നതെന്നുണ്ടെങ്കിൽ, നമ്മുടെ വീഡിയോ ഒക്കെ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ദയവേത് നമ്മുടെ ചാനലൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ വീണ്ടും മറ്റൊരു എപ്പിസോഡുമായി അടുത്ത വീഡിയോയിൽ കാണുന്നത്. ദിസ് ഈസ് മീ അനന്തു സാനിങ് ഫ്രം Tech20 Travelers.